ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പൊരി വെച്ചുണ്ടാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. ജോവാർ മില്ലറ്റിൻ്റെ പൊരി വെച്ചിട്ടാണ് ഈ റെസിപ്പി ചെയ്യാൻ പോണത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ പൊരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇവിടെ 250 ml കപ്പിൽ 3 കപ്പ് പൊരി എടുത്തിട്ടുണ്ട്. അതൊരു ചൂടായ പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. റാഗിയുടെ പൊരിയോ അല്ലെങ്കിൽ പഫ്ഡ് റൈസ് എന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ കിട്ടുന്ന അരിയുടെ പൊരിയോ ഒക്കെ നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. ഈ മുറുമുറയെന്ന് പറഞ്ഞിട്ടും ഈ പൊരി മേടിക്കാനായിട്ട് കിട്ടും. ഇപ്പോൾ പൊരി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഈ അടുത്തതായിട്ട് വേണ്ടത് 250 ml കപ്പിൽ 1 കപ്പ് ശർക്കര വേണം. ഈ ശർക്കര ഒരു പാനിലോട്ട് ഇട്ട് കൊടുത്തു. അതിലോട്ടൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ട്. ശർക്കര മെൽറ്റ് ആവാനായിട്ട് വെക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് വെക്കരുത്. മെൽറ്റ് ആവാൻ ആവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ച് വെച്ചാൽ മതി. അല്ലെങ്കിൽ പിന്നെ അത് വറ്റി കറക്റ്റ് പരുവായിട്ട് കിട്ടാനായിട്ട് ഒരുപാട് സമയമെടുക്കും. ഇപ്പോൾ ശർക്കര മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ശർക്കര ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി കറക്റ്റ് പരുവായി കിട്ടണത് വരെ ഇതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ശർക്കരയെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ശർക്കരയുടെ വെള്ളമെല്ലാം വറ്റിയിട്ട് ശർക്കര പതഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഈ ശർക്കര കറക്റ്റ് പരുവായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. അതിലോട്ട് 1-2 തുള്ളി ശർക്കര ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ 2 തുള്ളി ശർക്കര ഇച്ചിരി വെള്ളത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് അതൊന്ന് ഉരുട്ടിയെടുത്ത് നോക്കണം. അപ്പോൾ നല്ല കട്ടിയായിട്ട് കിട്ടുകയാണെങ്കിൽ ശർക്കര നല്ല കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ നല്ല കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് പരുവം. ഇത് നമ്മൾ ചൂടാക്കി മാറ്റി വെച്ച പൊരി ശർക്കരയിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പൊരി ആഡ് ചെയ്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ പൊരിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് നല്ല ചൂടാണ്. 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചൂട് ചെറുതായിട്ടൊന്ന് ആറും. ആ സമയത്ത് നമുക്കിത് ചെറിയ ഉണ്ടകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത്. ചൂടുള്ള പാത്രത്തിലിരുന്നാൽ അതിൻ്റെ അടിഭാഗം പാത്രത്തിൽ പിടിച്ചു പോകും. പിന്നെ അത് ഉരുട്ടിയെടുക്കാനായിട്ട് പാടായിരിക്കും. ഇപ്പോൾ ചൂടൊക്കെ ചെറുതായിട്ട് ആറിയിട്ടുണ്ട്. 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ട് ഇതുപോലെ ചെറിയ ഉണ്ടകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഉരുട്ടണ സമയത്ത് അത്യാവശ്യം നല്ല ചൂടുണ്ട്. ചൂട് ഒരുപാട് പോയാൽ പിന്നെ നമുക്കത് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റില്ല. അത് കട്ടയായി പോവും. അതുകൊണ്ട് അത്യാവശ്യം ചൂടുള്ളപ്പോൾ തന്നെ കയ്യിൽ ഇച്ചിരി നെയ്യൊക്കെ പുരട്ടിയിട്ട് ഇതുപോലെ ചെറിയ ഉണ്ടകളായിട്ട് ഉരുട്ടിയെടുക്കണം. ഈ ശർക്കരയൊക്കെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കയ്യിൽ നെയ്യ് പുരട്ടണത്. ഇപ്പോൾ നമ്മുടെ പൊരിയുണ്ട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.